അതാണ് ശ്രീനിവാസൻ എന്നും കൊണ്ടു നടന്നത്. ചിരിച്ചുകൊണ്ടല്ലാതെ ശ്രീനിവാസനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. പരിചയപ്പെടുന്നവരുടെ ഇടയിൽ ശ്രീനിവാസൻ കയറി വരുന്നത് ഒരു പൊട്ടിച്ചിരിയോടുകൂടിയാണ്. എഴുത്തിലും ചിന്തയിലും മാത്രമല്ല, ജീവിതത്തിലും ചിരി, അതാണ് ശ്രീനിവാസൻ എന്നും കൊണ്ടു നടന്നത്. ചിരിക്കാത്ത ശ്രീനിവാസനെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആരെയും കളിയാക്കിയില്ല. പക്ഷേ മറ്റുള്ളവരുടെ ചില വീഴ്ചകൾ, പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ മമ്മൂട്ടിയുടെ ചില വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമായിരുന്നു. കാരണം അദ്ദേഹം മമ്മൂട്ടിയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ വീഴ്ചകൾ പറഞ്ഞ് ചിരിക്കുന്ന ഒരു സ്വഭാവം ശ്രീനിവാസനുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടത് ചിരിയുടെ രാജാവിനെയാണ്, ശ്രീനിവാസൻ. നമസ്കാരം. മരണം ചിലപ്പോൾ ചില ആളുകളെ വിസ്മൃതിയിലേക്ക് നയിച്ചേക്കാം. മരണം സ്വാഭാവികമാണ്. മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരെയും ഓർക്കാൻ കഴിയാറില്ല, അല്ലെങ്കിൽ ഓർക്കാറില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മരണം എന്നെ ഇടയ്ക്കിടെ വേട്ടയാടുന്നുണ്ട്. അത് നടനും സംവിധായകനുമായ ശ്രീനിവാസൻ്റെ മരണമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മരണത്തെക്കുറിച്ച് പോലും അദ്ദേഹം തമാശയായി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെയേറെ പരിചയം നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെക്കുറിച്ച്, അഭിനയത്തെക്കാൾ കൂടുതൽ തിരക്കഥകളെക്കുറിച്ച് ഞാൻ ഒരു 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന മാതൃഭൂമി വാരാന്ത പതിപ്പിൽ ലേഖനം എഴുതിയിരുന്നു, ഒരു പരമ്പര തന്നെ. അത് വായിച്ച ശേഷം അദ്ദേഹം എന്നെ വിളിക്കുകയും അങ്ങനെ നമ്മൾ ഒരു വലിയ ദൃഢമായ സ്നേഹബന്ധം ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ സംവിധാനം ചെയ്ത എം മുകുന്ദനെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ബോങ്ഷൂർ മയ്യഴി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം തൊട്ട് ആദ്യ പ്രദർശനം വരെ അദ്ദേഹം വരികയുണ്ടായി, സ്വന്തം ചെലവിൽ. അതിനുശേഷം ഒരു സിനിമ തിരക്കഥയെക്കുറിച്ച് ആലോചിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ താല്പര്യമെടുത്ത് 3 ആഴ്ചയോളം ഒരു ഹോട്ടലിൽ ഞാൻ താമസിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയുണ്ടായി. പക്ഷെ എന്തുകൊണ്ടോ ആ പ്രൊജക്റ്റ് നടന്നില്ല. പിന്നീട് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശിവാജി ഗണേശൻ നായകനായിട്ടുള്ള രാമനെത്തിനെ രാമനടി എന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുണ്ട്. അതിൽ എങ്ങനെയാണ് ശിവാജി ഗണേശൻ എന്നൊരു തീരെ കാണാൻ കൊള്ളാത്ത, അല്ലെങ്കിൽ ദൃശ്യമേഖലയിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരാൾ ട്രൗസറൊക്കെ ഇട്ട് ആ നടീനടന്മാർ വരുമ്പോൾ ഓടിച്ചെന്ന്, ഇപ്പോൾ കെ ആർ വിജയ വരുമ്പോൾ കെ ആർ വിജയമ്മ എന്ന് വിളിച്ചിട്ട് കാറിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ആരാധകൻ, അയാൾ പിന്നീട് മെഗാസ്റ്റാറായി മാറുകയുണ്ടായി. അതിലൊരു കഥ വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമ താങ്കൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം കാണിക്കാൻ വിനീതിനെയും കൂടി സഹകരിപ്പിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലായി പല ദിവസങ്ങളിലായി സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തിരുന്നു. അതും നടന്നില്ല. അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ ഒരു ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യണം താങ്കളെക്കുറിച്ച് എന്ന് പറഞ്ഞു. അതൊരു 2 വർഷം മുമ്പാണ്. മരിക്കുന്നതിന് 3 മാസം മുമ്പ് എന്നെ വിളിക്കുകയും കാണണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയും അദ്ദേഹം അപ്പോഴത്തേക്ക് ഹോട്ടലൊക്കെ റൂം തയ്യാറാക്കിയിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ പലതും സംസാരിച്ചവൾ പറഞ്ഞു, ഞാനൊരു സ്ക്രിപ്റ്റ് മനസ്സിലുണ്ട്, ഒരു സിനിമ ചെയ്യണമെന്നുണ്ട്. മരിക്കുന്നതിന് 3 മാസം മുമ്പാണ്. കഥ എന്നോട് പറഞ്ഞു തന്നു. ആ കഥ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഗൾഫിലെത്തിയാൽ ഒരാൾക്ക് തൊഴിലില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചൊന്ന് വിശദമാക്കണമെന്ന് പറഞ്ഞു. ഞാനത് വിശദമാക്കിയതിന് ശേഷം 3 ദിവസം ആ തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു. വിശദമാക്കിയ ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടല്ലോ എന്നെക്കുറിച്ചുള്ള, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി, അത് എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാനത് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു, ഞാനൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞ ഉടൻ എന്ന് പറഞ്ഞു. അതെപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് ഫോൺ ചെയ്ത് പറയാം എന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അപ്രതീക്ഷിതമായ അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്.
വളരെയേറെ തമാശ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അതായത് സ്വയം തമാശ പറഞ്ഞ് ഇത്രയും ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിലൊക്കെ അദ്ദേഹത്തിന് ചിരി കേട്ടില്ലേ, അതുപോലെ സ്വന്തം തമാശക്ക് ഇത്ര കൂടുതൽ സ്വയം ആസ്വദിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളൊരു തമാശ പറഞ്ഞാൽ മറ്റുള്ളവരാണല്ലോ ചിരിക്കുക, പക്ഷേ ഇദ്ദേഹം തന്നെ ആദ്യം വളരെ ഒച്ചത്തിൽ ചിരിക്കും. പലപ്പോഴും ശ്രീനിവാസൻ സിനിമയിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും സംഭാഷണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ചിരിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു തമാശ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തെ ഗൾഫിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, നാട്ടിലുള്ള ഒരു സാധാരണ തൊഴിലാളി, ഗൾഫിൽ സാധാരണ തൊഴിലാളി, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പേര് ഞാൻ പറയുന്നില്ല, വിളിച്ച ഉടനെ ശ്രീനിയേട്ടനിലിരിക്കും. അതെ, ശ്രീയേട്ടൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ പറഞ്ഞോ എന്ന് പറയുമ്പം ഇയാൾ പറയും, ഞാൻ കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ ഏതെല്ലോ സമയത്ത് വിളിച്ചിട്ട് ശ്രീയേട്ട ഞാനാണെന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ, നീ പേര് പറയണ്ട, നീ എൻ്റെ അയൽക്കാരനല്ലേ, നീ പറഞ്ഞാൽ മതി എന്താണ്. എന്നാൽ ശ്രീയേട്ട എനിക്ക് കുറച്ച് അധികം പറയാറുണ്ട്, പിന്നെ വിളിക്കാം, ഇപ്പം തിരക്കാണെന്ന്. അങ്ങനെ പലവട്ടം ഇങ്ങനെ വിളിക്കുകയും തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു വാചകമുണ്ട്. പിന്നീട് അദ്ദേഹത്തെ മൊബൈലിൽ അദ്ദേഹത്തിൻ്റെ പേര് സേവ് ചെയ്തത് തിരക്കോട് തിരക്ക് എന്നാണ്, ആളെ പേരില്ല. അങ്ങനെയുള്ള ഒരുപാട് സിനിമയിൽ വരാത്ത ഒരുപാട് തമാശകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു. അസുഖത്തെ കുറിച്ച് പോലും അദ്ദേഹത്തിന് തമാശയായിരുന്നു. ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അസുഖമെന്ന് പറഞ്ഞാൽ ലിവറില്ല, കിഡ്നിയില്ല, ഹാർട്ടില്ല, പിന്നെ ഒരു തോട് മാത്രമായിട്ട് ഞാൻ ജീവിക്കുകയാണെന്ന് പൊട്ടിച്ചിരിക്കുക. സത്യമാണോ അസത്യമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അവസാനമായിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു പത്രപ്രവർത്തകനാവരുത് ഇവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, ഇപ്പോൾ ശ്രീനേട്ടൻ ആരോടൊക്കെ സ്വന്തമായിട്ട് തുറന്ന് സംസാരിക്കുന്നത്, അതൊക്കെ പിന്നീട് വിവാദമാവുന്നു. ഞാൻ പറഞ്ഞതല്ല, സിനിമയുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം പറയാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചതാണെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലെ കുഞ്ചൻ നമ്പ്യാർ എന്നാണ് പ്രിയദർശൻ പറയുന്നത് കേട്ടത്. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീർ, VKN, ഇവരുടെയൊക്കെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഇവരുടെയൊക്കെ ജീവിതത്തിൽ തമാശകൾ പലതും എഴുതുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ജീവിതത്തെ തന്നെ തമാശയായിട്ട് കണ്ടെത്തിയ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് എനിക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന പ്രതിഭയോട് താല്പര്യം. നടൻ എന്നത് രണ്ടാമതേ വരുള്ളൂ. മലയാളത്തിൽ വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാത്ത ഒരു മേഖലയാണ് സറ്റയർ മാത്രം വെച്ചിട്ടുള്ള തിരക്കഥകൾ. അത് ശ്രീനിവാസന് മാത്രം കഴിഞ്ഞിരുന്ന ഒരു വസ്തുതയാണ്.